ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം ഹലോ മലയാളത്തിലുള്ളത് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രനാണ്. സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ NK പ്രേമചന്ദ്രൻ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സുധുലക്ഷ്മി. ഗുഡ് മോർണിംഗ് ശ്രീ NK പ്രേമചന്ദ്രൻ. ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തതാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയില്ല. ഭരണത്തിൽ പലയിടങ്ങളിലും സ്തംഭനമുണ്ട്, ഫയലുകളൊന്നും നീങ്ങുന്നില്ല, അതൊരു വശത്ത് നിൽക്കുന്നു. ഈ മുഖ്യമന്ത്രിയെ കിട്ടാത്തത് മാത്രമല്ല, ആ ഒരു പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറിക്ക് പോലും ഇത് വഴിവെച്ചു എന്നുള്ളതാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. തമ്മിലടി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസവും സമവായം രൂപീകരിക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസവും ഒരു ഗൗരവതരമായ പ്രശ്നമായി തന്നെയാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. കാരണം 102 സീറ്റ് വാങ്ങി കേരളത്തിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി കേരള ജനത വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാന കക്ഷിയായ കോൺഗ്രസിന് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ കണ്ടെത്തുന്നതിൽ ഇത്രയധികം കാലതാമസം നേരിട്ടു എന്നുള്ളത് തീർച്ചയായും കാലതാമസം നേരിട്ടു എന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമല്ല ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കാലതാമസം നേരിട്ട അനുഭവങ്ങൾ പ്രീസിഡൻസ് വളരെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം അതല്ല, ഈ കാലയളവിനുള്ളിൽ നടന്നിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രചണ്ഡമായ ക്യാമ്പയിനുകളും സത്യത്തിൽ ജനാധിപത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നിർഭരമായിട്ടുള്ള നടപടിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കാഴ്ചപ്പാട്. കാരണം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാലതാമസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥതയും അസ്വാരസ്യവും അത് താഴെ തലങ്ങളിൽ പോലും പ്രകടമാകുക, പ്രത്യക്ഷമായ പ്രകടനങ്ങൾ നടത്തുക, ഫ്ലക്സ് ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കേരളം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മുന്നണി രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ പരസ്പരമുള്ള തർക്കവിതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ RSPക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ടീം UDF എന്ന നിലയിലാണ് കേരളത്തിൽ UDF കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചു പോകുന്നത്. കക്ഷികളുടെ വലുപ്പച്ചെറുപ്പ വ്യത്യാസം കൂടാതെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ഒരു ടീം എന്ന നിലയിലാണ് ഈ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ മിഷൻ 2025, മിഷൻ 2026 എന്ന് പ്രഖ്യാപിച്ചു. 2025 പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചു, അജണ്ട സെറ്റ് ചെയ്തു, കൃത്യമായി പ്രാവർത്തികമാക്കി വിജയകരമായി പൂർത്തീകരിച്ചു. മിഷൻ 2026 ഞങ്ങളെടുത്ത ഒരു വലിയ വ്യക്തമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിലപാട് ടീം UDF 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. അതും വിജയകരമായി തന്നെ സാക്ഷാത്കരിച്ചു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ UDFനെ വിശ്വാസത്തിലെടുക്കുന്നു, വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി 102 സീറ്റ് നൽകി കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്നു. പക്ഷേ അധികാരം ഏറ്റെടുക്കുന്നതിനും അതിന് ആവശ്യമായിട്ടുള്ള നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ വന്നിട്ടുള്ള അഭിപ്രായ വൈജാത്യം ഒരു സംശയവും വേണ്ട. വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരിലും മുന്നണി പ്രവർത്തകരിലും നേതാക്കളടക്കം എല്ലാവരിലും വലിയ തോതിലുള്ള നിരാശ ജനിപ്പിച്ചിട്ടുണ്ട്, നൈരാശ്യം വളർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും വ്യക്തമാണ് അങ്ങയുടെ നിലപാട്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇതിപ്പം ആരാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്, നിയമസഭാ കക്ഷി നേതാവായിട്ട് ആരെ തിരഞ്ഞെടുക്കുമെന്ന കാര്യം നമുക്കത് ഇപ്പോഴും അറിയില്ല. പ്രഖ്യാപനം വരുന്നതേ ഉള്ളൂ, 1 മണിയോട് കൂടിയൊക്കെ അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എതിർ ശബ്ദം ഉയർത്തുന്നവരെ എങ്ങനെ തണുപ്പിക്കും? അതിനുവേണ്ടി ഒരു ഫോർമുല ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനെ മുന്നണി എങ്ങനെയാണ് കാണുന്നത്? എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനമെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായി മറുപടി പറയാൻ കഴിയൂ.
ഇതിലിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതും പൊതു ചർച്ചകളിൽ നിന്ന് ബോധ്യപ്പെടുന്നതും ABC എന്ന് 3 കാൻഡിഡേറ്റ്സാണ് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി അല്ലെങ്കിൽ പരിഗണനയിലുള്ളത് എന്നാണ്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം A or B or C എന്നുള്ളതല്ല പ്രശ്നം. എത്രയും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ സമവായത്തിലൂടെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ കണ്ടെത്തുക, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കേണ്ട ടേക്ക് ഓഫ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഫ്ലൈറ്റ് സുഗമമായി ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല സേഫ് ടേക്ക് ഓഫിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന ഒരു സമയത്താണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്ക വിതർക്കങ്ങളിൽപ്പെട്ട് കേരള രാഷ്ട്രീയം തന്നെ പുതിയ ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആര് എന്ന് ചോദിച്ചാൽ CPM-ഉം പിണറായി വിജയനും LDF-ഉമാണ്. കാരണം ഈ കാലഘട്ടം, ഈ 10 ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികൾ പുറത്തു വരുന്ന, അതുപോലെ CPM നേരിടുന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രതിസന്ധിയെക്കുറിച്ച് തലനാരിഴകീറി വിശകലനം ചെയ്യുകയും അതിൻ്റെ ചർച്ചകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിന് പകരം കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലീഡറെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എൻ്റയർ ഫോക്കസ് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ ചർച്ചയും മാറുമ്പോൾ അതിൽ ഏറ്റവും വലിയ എസ്കേപ്പ് റൂട്ട് ലഭിക്കുന്നത് മറ്റാർക്കുമല്ല CPM-നും സർ പിണറായി വിജയനുമാണ്. അവിടെയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ള രാഷ്ട്രീയമായ നഷ്ടം, രാഷ്ട്രീയമായ ലോഭം എന്ന് പറയുന്ന അവിടെയാണ്. അല്ലെങ്കിൽ അതിശക്തമായി പ്രോആക്റ്റീവായി വിമർശിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ തന്നെ മാധ്യമങ്ങളിൽ വന്നു. അവിടെ തൊടുപുഴയിൽ ഒരു പ്രോജക്റ്റ്, ഡാമിലെ ഒരു പ്രോജക്റ്റ് 112 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ടെൻഡർ പോലും വിളിക്കാതെയാണ് സത്യത്തിൽ ഒരു കമ്പനിക്ക്, ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നത്. റോഷി അഗസ്റ്റ് എന്ന മന്ത്രി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പുറത്തിക്കൊണ്ടാണ് ഈ 10 വർഷക്കാലം വിവിധ കോൺട്രാക്റ്റുകൾ തങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം വീതം വെച്ച് നൽകിയത്. ഗുരുതരമായ അഴിമതിയും ക്രമക്കേടുകളും പുറത്തു വരേണ്ടുന്ന സമയം, ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഈ ദുർഭരണത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റത്തിനും ഒരു ജനക്ഷേമ സദ്ഭരണത്തിന് തുടക്കം കുറിക്കാനുമുള്ള സുപ്രധാനമായ ചരിത്ര മുഹൂർത്തത്തിലാണ്, ആ സമയത്താണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്ക വിതർക്കങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് തെരുവിലടക്കം വലിയ തോതിലുള്ള പ്രകടനങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അത് തീർച്ചയായും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അല്ല, നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രതിലോഭകരമായ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്ന CPM മെല്ലെ മെല്ലെ രക്ഷപ്പെടുന്ന സ്ഥിതിയാണ്, ആ അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 102 സീറ്റ്, അത് ടീം UDF-ന്റെ വിജയമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി നിലനിൽക്കുന്നതെങ്കിലും ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ അവരുടെ നിലപാടൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിമർശനമൊക്കെ അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം ലീഗിനെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത്. ഇങ്ങനെ ലീഗ് പോയി ഹൈക്കമാൻഡിന് മേലൊക്കെ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ലീഗിനെയാണ് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത് എങ്കിലും ഇങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ ശ്രീ NK പ്രേമചന്ദ്രൻ UDF-നുള്ളിൽ? ഘടകകക്ഷികൾ സ്വമേധയാ അഭിപ്രായം പറഞ്ഞതല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും RSPയും കേരള കോൺഗ്രസും CMPയും അതുപോലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മാണി C കാപ്പൻ്റെ പാർട്ടി അടക്കം മിക്കവാറും എല്ലാ പാർട്ടികളെയും തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും സാഹചര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്തത്. അല്ലാതെ RSPയോ ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ മറ്റേതെങ്കിലും ഒരു പാർട്ടിയോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ കൂടി കേൾക്കണം, ഞങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ലീഗും ആവശ്യപ്പെട്ടിട്ടില്ല,
പിന്നെ ലീഗിനെ എന്തിനാ പഴിചാരുന്നത്? ലീഗും RSPയും അടക്കം ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു. വർത്തമാനകാല കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉള്ള നിലപാടുകളെ സംബന്ധിച്ചും പുതിയ ഗവൺമെൻറ്റിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുന്നതിനും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഞങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതിനും നന്ദി പറയുന്നതിനും വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകരായിട്ട് വന്നിട്ടുള്ള മുഗൾ വാസനിക്ക് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിക്കും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ആരും അങ്ങോട്ട് കയറി അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. പരിഗണിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പരിഗണിക്കുന്നത് കോൺഗ്രസിൻ്റെ വിശാലമായ ജനാധിപത്യ ബോധമാണ്. അതിനെ ഞങ്ങൾ 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്തരമൊരു സമീപനം സ്വീകരിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നടപടിയെ 100% ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയും ഗവൺമെൻറ്റുമാണ് എന്ന നിലയിലല്ല. ഞങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയാലും RSP ആയാലും കേരള കോൺഗ്രസും CMPയും അതുപോലെ തന്നെ മറ്റെല്ലാ പാർട്ടികളും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുന്നണിയിലെ ഘടക പാർട്ടികളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ആ പാർട്ടികളുടെ അഭിപ്രായം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അഭിപ്രായം സ്വീകരിക്കുന്നതിൽ അവരുമായി ആശയവിനിമയം നടത്തുന്നതിൽ എന്താ തെറ്റ്? അതിൽ ഒരു തെറ്റും ഒരു അപാകതയും ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, ശ്രീ NK പ്രേമചന്ദ്രൻ, ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മന്ത്രിസഭാ രൂപീകരണം, ആരാണ് മുഖ്യമന്ത്രിയാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഇപ്പം മന്ത്രിസഭാ രൂപീകരണമാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ RSP മുന്നണിയോട് ചോദിക്കാൻ എന്തെങ്കിലും വകുപ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പറഞ്ഞതനുസരിച്ച് സ്വന്തം സീറ്റ് പോലും ഇത്തവണ RSP വിട്ടുകൊടുത്താണ്. അപ്പം അതിനുള്ളൊരു പ്രത്യുപകാരമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ RSP മന്ത്രിസഭയിൽ നിന്ന്? ഞങ്ങൾ തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും വിലയിരുത്തുന്നത്. ഞങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. പ്രാഥമികമായ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നടത്തി. RSPക്ക് മത്സരിച്ച 5 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പയ്യന്നൂർ സീറ്റ് ഉൾപ്പെടെയുള്ള 4 സീറ്റുകളിൽ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞു. 3 സീറ്റിൽ ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരം ജയിച്ചു. 63 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു. അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ 63 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു, ഞങ്ങൾ 4 സീറ്റുകളിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ RSP തയ്യാറാകണം. RSPക്കുണ്ടായിട്ടുള്ള മുന്നേറ്റം തീർച്ചയായിട്ടും കോൺഗ്രസും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഇവിടെ പാർട്ടിയുടെ വലിപ്പച്ചെറുപ്പ വ്യത്യാസത്തിനപ്പുറത്തുള്ള ഒരു ടീം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത RSP കമ്പാരിറ്റീവ്ലി കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ, ലീഗുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ പാർട്ടിയാണ്. പക്ഷെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ UDFൻ്റെ നേതൃത്വം വിസ്മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നയരൂപീകരണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും സാമൂഹിക സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യത്തിലായാലും ഈ രൂപത്തിൽ കേരള രാഷ്ട്രീയ പരിപ്രേക്ഷ്യം ഈ രൂപത്തിൽ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഘടക പാർട്ടിയാണ് RSP. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾക്ക് കേവലമായ നിയമസഭാ പ്രാതിനിധ്യം പോലും കേരള നിയമസഭയിൽ ഇല്ലാതിരുന്നിട്ട് പോലും നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ് കഴിഞ്ഞ 10 വർഷം RSP. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് കേരളത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ്. അത് സംസ്ഥാന വ്യാപകമായിട്ടുണ്ടാകണമെന്നില്ല. ഞങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടും ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും അതിനിശ്ചിതമായി വിമർശിക്കുകയും കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ മുന്നേറ്റത്തിൽ RSPക്ക് നിർണായകമായ പങ്കുണ്ട്. നിർണായകമായ സ്വാധീനം RSP ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിൻ്റെ അർത്ഥം ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള അർദ്ധരഹിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങളില്ല. തീർച്ചയായിട്ടും കോൺഗ്രസുമായും
അതുപോലെ തന്നെ UDF നേതൃത്വവുമായും സംസാരിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയും വകുപ്പിനെ ചൊല്ലിയും മറ്റ് വിവിധ തലങ്ങളിൽ സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരലോസരത്തിനും അവസരമൊരുക്കാത്ത നിലയിൽ വളരെ രമ്യമായ നിലയിൽ കോൺഗ്രസുമായി ചേർന്ന് പരിഹരിക്കാൻ കഴിയും എന്ന നല്ല ശുഭപ്രതീക്ഷയും വിശ്വാസവുമാണ് RSPക്കുള്ളത്. ഓക്കെ, ശ്രീ NK പ്രേമചന്ദ്രൻ, ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ പ്രഖ്യാപനം, അതിൻ്റെ സമയം കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല. 1 മണിക്ക് യോഗമൊക്കെ ഉണ്ട്. അപ്പം എപ്പം വേണമെങ്കിലും ഒരു മുഖ്യമന്ത്രി വരാം. അപ്പം RSPയുടെ മനസ്സിൽ ആരെങ്കിലും ഒരാളുണ്ടോ, അതോ ആര് വന്നാലും അത് RSPക്ക് ഓക്കെ ആണോ? ഞങ്ങളത് പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരാളുടെയും പേര് പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ഒരാളുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ ഇതാണ് കേരളത്തിൻ്റെ പ്രിവൈലിംഗ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായി പങ്കുവച്ചു. ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായവും നിലപാടും വ്യക്തമായി കൃത്യമായി പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് അത് പറഞ്ഞില്ല. അതിപ്പോഴും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തീരുമാനമെടുക്കേണ്ട അതോറിറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവർക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന, പ്രഖ്യാപിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയായാലും ഏതൊരു കാൻഡിഡേറ്റ് ആയാലും അവരുമായി സഹകരിച്ച് പോവുക എന്നുള്ളതാണ് മുന്നണി രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ. ഞങ്ങൾ ആ മുന്നണി രാഷ്ട്രീയ മര്യാദ എക്കാലവും പാലിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനത്തോടൊപ്പം തന്നെയാണ് RSP. അതാണൊരു മുന്നണി മര്യാദ. പക്ഷേ അത് പറയുമ്പോഴും ഞങ്ങൾ ചില ഇഫ് പറയുന്നുണ്ട്, ചില ബട്ട് പറയുന്നുണ്ട്. ആ ഇഫ് ആൻഡ് ബട്ട്സ് അതുകൂടി ഹൈക്കമാൻഡ്, നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ദേശീയ രാഷ്ട്രീയം എത്രയോ കാലങ്ങളായി കൈകാര്യം ചെയ്യുന്ന 10-60 വർഷക്കാലം രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അവർക്കത് നല്ലതുപോലെ ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങളുടെ കൃത്യമായ അസസ്മെൻറ്റ്, ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അസസ്മെൻറ്റ്, കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി യുക്തിസഹമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. ആ എടുക്കുന്ന തീരുമാനം ഏത് തീരുമാനമായാലും അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ് മുന്നണി രാഷ്ട്രീയത്തിലെ മര്യാദ. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ല, മറ്റൊരു പാർട്ടിക്കും അവകാശമില്ല. അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, വളരെയധികം സന്തോഷം ശ്രീ NK പ്രേമചന്ദ്രൻ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ശരി, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ RSPയുടെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ശ്രീ NK പ്രേമചന്ദ്രൻ. കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് RSP ഒരാളുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഭരണപരിചയത്തിൽ പഴക്കവുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു നല്ലൊരു തീരുമാനം അവിടെ നിന്നും ഉണ്ടാകും. ഞങ്ങൾ ഇഫ് ആൻഡ് ബട്ട് എന്ന് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഇഫും ബട്ടും അത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാകും വരിക എന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മന്ത്രിസഭയിലെ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതീക്ഷയും വയ്ക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,